പത്രവാർത്താസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മരിയ, എന്നൊപ്പം ഉള്ളത് അതുൽ. ഇന്നപ്പം ജൂൺ 3 അപ്പം ഇന്നത്തെ പത്രത്തിനകത്തൊക്കെ മെയിനായിട്ടൊരു വാർത്ത എന്ന് പറയുന്നത് മന്ത്രിക്ക് രക്ഷ, ഉന്നതർക്ക് ശിക്ഷ. അതായത് നമ്മുടെ +2-ന്റെ മൂല്യനിർണ്ണയം, ഡിജിറ്റൽ മൂല്യനിർണ്ണയം സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പരാതികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇതിപ്പം CBSE ആയിട്ടുള്ള ചെയർമാനെയും സെക്രട്ടറിയെയും മാറ്റിയിട്ടുണ്ട്. കാരണം ഒരുപാട് പരാതികൾ വന്നിട്ടും അതിനൊക്കെ കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ എന്തായാലും കേന്ദ്രം ഇങ്ങനൊരു നടപടി എടുത്ത് മുഖം കാത്തിരിക്കുകയാണെന്ന് വേണം പറയാൻ. വിദ്യാഭ്യാസ മന്ത്രിയെയും സംരക്ഷിച്ചിട്ട് അതിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് ശിക്ഷ കൊടുക്കുന്ന ഒരു രീതിയിലോട്ട് കേന്ദ്രം. അതെപ്പോഴും അങ്ങനെയാണല്ലോ, മന്ത്രിമാരെ സംരക്ഷിക്കും, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കായിരിക്കും ശിക്ഷാ നടപടികളൊക്കെ വരുന്നത്. അപ്പം അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിലും ഈ കാര്യത്തിലും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിൽ ഉൾപ്പെടെ തുടരെ വീഴ്ചകളിൽ നിന്ന് മുഖം രക്ഷിക്കാൻ നടപടി എടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. CBSE ചെയർമാൻ രാഹുൽ സിംഗ്, സെക്രട്ടറി ഹിമാൻഷു ഗുപ്ത എന്നിവരെ തസ്ഥാനങ്ങളിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. വിവാദങ്ങളിൽ നിന്ന് CBSEയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുമെന്നൊരു, ഈ വിവാദങ്ങളൊക്കെ കൂടി അതിൻ്റെ ഒരു വിശ്വാസ്യതയെ ബാധിക്കുമെന്ന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ട് ഇങ്ങനൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും മന്ത്രിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ അതിന് പിന്നിൽ അതിൻ്റെ കഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് നീക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്കിനി ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. പിന്നെ എല്ലാ പത്രങ്ങളിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ലോകകപ്പിന് മലയാളി ടെസ്റ്റ് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മള് ഇപ്പൊ ഫുട്ബോൾ ലോകകപ്പിൽ ഇന്ത്യയിൽ കളിക്കുവാൻ അടുത്തങ്ങ് സാധ്യതയില്ലാതെ വലിയൊരു ആഗ്രഹവുമായിരുന്നു ഇന്ത്യയുടെ എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഫുട്ബോൾ ലോകകപ്പിനുള്ള ഖത്തർ ടീമിൽ ഇടം പിടിച്ച് കണ്ണൂർ സ്വദേശി തക്സിൻ മുഹമ്മദ് ജംഷിദ്. അതെന്താണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മലയാളികൾ ഇന്ത്യയിൽ മുഴുവനും സംബന്ധിച്ച് വലിയൊരു അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ എനിക്ക് തോന്നുന്നു ഫുട്ബോളിന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് നമ്മുടെ കേരളത്തിലാണ്. നമ്മുടെ ഒരു മലയാളി താരം തന്നെ ലോകകപ്പിൽ കളിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അത്രയും അഭിമാനം ഉണ്ടാക്കുന്ന അല്ലേ ഒരു വാർത്ത തന്നെയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ, അതായത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഫുട്ബോളിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. ഇതൊക്കെ ഒരു മോട്ടിവേഷൻ പോലെ തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും അദ്ദേഹം കളിക്കുന്നത് ഖത്തർ ടീമിന് വേണ്ടിയിട്ടായിരിക്കും എങ്കിലും അദ്ദേഹം മലയാളിയാണെന്നുള്ളത് നമുക്ക് ഒരു അഭിമാനം തന്നെയാണ്. അപ്പം അദ്ദേഹം എന്തായാലും മികച്ചൊരു കളി തന്നെ പുറത്തെടുക്കട്ടെ, ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടട്ടെ. മലയാളികളുടെ ഒരു അഭിമാനമായിട്ട് മാറാൻ ഇപ്പൊ തന്നെ ആയി. അപ്പൊ ഇന്ത്യ ഇതുവരെ ഫുട്ബോൾ ലോകകപ്പിൽ കളിച്ചിട്ടില്ല, അടുത്തൊന്നും കളിക്കാനുള്ള സാധ്യതയുമില്ല. എന്നാൽ തലശ്ശേരിയിൽ ജനിച്ച തക്സിൻ മുഹമ്മദ് ജംഷിദ് എന്ന 19-കാരനായ ഇന്ത്യക്കാരനാണ് ആദ്യമായി ലോകകപ്പിൽ കളിക്കാൻ ഒരുങ്ങുന്നത്. അപ്പൊ 19ാമത്തെ വയസ്സിൽ തന്നെ ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും അപ്പൊ മലയാളികൾ എന്തായാലും ഇനിയിപ്പോ ആകാംക്ഷയോടെ തന്നെയല്ലേ കാത്തിരിക്കും ലോകകപ്പിൽ. ഇപ്പൊ നമ്മൾ അർജന്റീനയും ബ്രസീലിനെയും പോർച്ചുഗലിന്റെയൊക്കെ കളി കാത്തിരിക്കുന്ന പോലെ നമ്മൾ ഇനി ഖത്തർ ടീമിന്റെ കളി നമുക്കറിയാം. ഇന്ത്യൻ ടീമില് സഞ്ജു വന്നപ്പോഴത്തേക്കും വലിയൊരു ആവേശമായിരുന്നു. അപ്പൊ IPL രാജസ്ഥാൻ, നേരത്തെ സഞ്ജു ആയിരുന്ന രാജസ്ഥാൻ ജയിക്കണമെന്ന് കൂടുതലും മലയാളികൾക്ക് അതുകൊണ്ടാണ് ഒരു ഫാൻസ് ഉണ്ടായിരുന്നത് രാജസ്ഥാനും. അപ്പം അത് മാറി ഇപ്പൊ ചെന്നൈയിലോട്ട് സഞ്ജു വന്നപ്പം ചെന്നൈക്ക് കൂടുതൽ ആരാധകരെ കിട്ടി. അതുപോലെ തന്നെ ആയിരിക്കും ഫുട്ബോളിന്റെ കാര്യത്തിലും. എന്തായാലും നമ്മുടെ കേരളത്തിലെ എല്ലാ ഫുട്ബോൾ ആരാധകരുടെയും പ്രതീക്ഷയായിട്ട് ഈ ഒരു ചെറുപ്പക്കാരൻ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഖത്തർ ലോകകപ്പിന് എന്തായാലും ഇനി PR ടീമൊക്കെ വരുമല്ലേ കേരളത്തിൽ നിന്ന് തന്നെ. ഇനി മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായി ചുമതലയേറ്റിരിക്കുകയാണ്. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായി ചുമതലയേറ്റിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കുറെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ നിയമസഭയിൽ വരുന്നത്. അതെന്തായാലും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി കോൺഗ്രസിലെ പ്രമുഖ വനിതാ മുഖമായ ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും CPIയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. അരൂർ MLA ആണ് ഇപ്പോൾ ഷാനിമോൾ. UDFിലെ അബ്ദു ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ എന്നിവരും LDFിലെ K ഹരീന്ദ്രനും നിയമസഭയിൽ ഹാജരായില്ല. 3 BJP MLAമാരും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. 35 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ വരുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഷാനിമോൾ ഉസ്മാൻ ആദ്യം തന്നെ അഭിനന്ദനങ്ങളല്ലേ. എന്തായാലും 35 വർഷങ്ങൾക്ക് ശേഷം ഒരു വനിതാ ചരിത്ര നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ അഭിനന്ദനാർഹം തന്നെയാണ്.
ഇനിയും മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഒരു ചെറിയ കോളത്തിൽ കൊടുത്തേക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കമന്റിൽ ചോദ്യം ചെയ്ത പെൺകുട്ടിക്ക് ക്രൂരമർദ്ദനം. നമുക്ക് പറയും ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും വലിയ ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ്. അപ്പം നമ്മൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിന് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള വിമർശനങ്ങൾ വരും. അപ്പം ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്ത പെൺകുട്ടികൾക്ക് നേരെ അക്രമി സംഘത്തിന്റെ അഴിഞ്ഞാട്ടം. പെൺകുട്ടികളിൽ ഒരാളെ നിലത്തിട്ട് ചവിട്ടുകയും മർദ്ദിക്കുകയും ദൃശ്യം പകർത്താൻ ശ്രമിച്ച ഫോൺ എറിഞ്ഞു തകർക്കുകയും ചെയ്തു. അപ്പം കലൂർ എളമക്കര റോഡിലാണ് പുലർച്ചെ 4:30 സംഭവം. അപ്പം നിലത്ത് ചവിട്ടി വസ്ത്രം വലിച്ചു കീറി 3 പേർ പിടിയിലായിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, കാരണം നമുക്കറിയാം ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുന്നതൊക്കെ ഏറ്റവും വലിയ അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരത്തിൽ സംസാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അത് ചോദ്യം ചെയ്ത പെൺകുട്ടികൾക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനങ്ങൾ. അപ്പം നമ്മുടെ സമൂഹം എത്രമാത്രം അധപതിച്ചു എന്നതിന് ഒരു തെളിവ് കൂടിയാണ്. ഇതൊക്കെ നമ്മള് നോർത്തിലൊക്കെ കേട്ട് കേൾവിയുള്ള വാർത്തയായിരുന്നു. ഇപ്പൊ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് അത് നമ്മുടെ ഏറ്റവും വികസനം വന്ന ഒരു സംസ്ഥാനം എന്ന് പറയാ, അല്ലെങ്കിൽ ഒരു സ്ഥലം എന്ന് വിചാരിക്കുന്ന കൊച്ചിയിൽ തന്നെ ഇത് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ഇതിനെതിരെ ശക്തമായ നടപടി തന്നെ എടുക്കണമെന്ന് തന്നെയാണ്. ആ 3 പേരെയും പെൺകുട്ടികൾക്കുള്ള എതിരെയുള്ള ഒരു അതിക്രമം നമുക്ക് വെച്ചോണ്ടിരിക്കാൻ കഴിയില്ല. കാരണം അതവര് അവരുടെ പ്രോബ്ലം അല്ല, അവരത് ചോദ്യം ചെയ്തതിനെ പോലും എതിർത്ത് അവരെ ആക്രമിക്കാൻ തുനിയുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. കൃത്യമായ ശിക്ഷ നൽകിയില്ലെങ്കിൽ ഇത് ഇനി ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് പ്രതികരിക്കാൻ മനസ്സ് കാണിക്കുന്ന പെൺകുട്ടികൾക്കും ഇതൊരു ഡീമോട്ടിവേഷൻ ആവും, അല്ലെങ്കിൽ അവരും ഒന്ന് പേടിക്കും. അപ്പം ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. മറ്റൊരു വാർത്ത, വഴിയരികിൽ കാർ ആക്രിക്ക് വിറ്റു 21കാരൻ ജയിലിലായി. എടപ്പാളിലാണ് സംഭവം. റോഡിൽ കിടന്ന കാർ സമീപദേശക്കാരൻ ആക്രി കച്ചവടക്കാർക്ക് വിറ്റു. പാലക്കാട് പടിഞ്ഞാറങ്ങാടി സ്വദേശി റിസ്വാനാണ് റോഡരികിൽ തകരാറിലായിരുന്ന കാർ ആക്രിക്ക് വിറ്റത്. അയാളെ ചങ്ങരക്കുളം പോലീസ് അറസ്റ്റും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വളരെ തമാശയുള്ള ഒരു വാർത്തയാണ്. സിനിമയിലൊക്കെ കാണുന്ന പോലെ വഴി കിടന്നൊരു കാറായിരുന്നു. അപ്പം ആക്രിക്ക് പുള്ളിക്കാരന് പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യം വന്നപ്പോൾ അത് ആക്രിക്ക് അങ്ങ് വിറ്റു. ആരുടെയാണ് എന്താണെന്നൊന്നും ചോദിക്കുന്നില്ല. നേരത്തെ ഇന്നലെ നമ്മൾ വാർത്ത വായിച്ചപ്പോൾ നമ്മളൊരു വാർത്ത ഉണ്ടായിരുന്നു, ടൂർ പോകാൻ വേണ്ടി മോഷണം. വളരെ തമാശ ഉണ്ടാക്കുന്ന കുറച്ച് വാർത്തകളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ ഇപ്പൊ 21കാരനാണ് ഈ ഒരു പണി ചെയ്യുന്നത്. ഈ പ്രായത്തിലുള്ള ആളുകളാണ് ഇപ്പൊ കൂടുതൽ, അതായത് പ്രായപൂർത്തിയാകാത്തവർ, അതുപോലെ 18, 19, 20 ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ളവരാണ്. എന്തായാലും അത് ഒരു ലോജിക്കില്ലാത്ത അല്ലേ ഒരു ഇതായിപ്പോയി. ഒരു വഴിയരികിൽ കിടക്കുന്ന കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഒരു കൗതുകം തോന്നി. പുള്ളിക്കാരൻ അപ്പൊ തന്നെ അത് ആക്രിക്ക് വിറ്റ് പൈസയാക്കി എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇത് എങ്ങനെ നമ്മളിത് എടുക്കണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, സുരേഷ് ഗോപി വാക്ക് പാലിച്ചു, ഗംഗ സ്വന്തം ഓട്ടോറിക്ഷ ഓടിക്കുക. അതായത് മറ്റേ കഴിഞ്ഞിടയ്ക്ക് കലിംഗ സംഗമം നടത്തിയിരുന്നു സുരേഷ് ഗോപി. അപ്പം അതിന്റെ ഭാഗമായിട്ടൊരു വാക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഒരു ഓട്ടോറിക്ഷ ഗംഗയ്ക്ക് സ്വന്തമായി കൊടുത്തിരിക്കുകയാണ്. അപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ വാക്ക് പാലിച്ചു. ഗംഗ ഇനി സ്വന്തം ഓട്ടോറിക്ഷയെ ജീവിക്കും. അപ്പോൾ ഇടുക്കി ജില്ലയാണ് ഗംഗയുടെ സ്വദേശം. അപ്പം ഉപജീവനത്തിനായിട്ടാണ് സുരേഷ് ഗോപി ഓട്ടോറിക്ഷ സമ്മാനിച്ചത്. അപ്പം മൂലമറ്റത്ത് അദ്ദേഹം പങ്കെടുത്ത കലിംഗ സൗഹൃദ സംഗമത്തിൽ നൽകിയ വാക്കാണ് അദ്ദേഹം ഇപ്പോൾ പാലിച്ചിരിക്കുന്നത്. അന്ന് ഗംഗ 130 കിലോമീറ്റർ ഇരുചക്ര വാഹനത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ചാണ് സംഗമത്തിൽ എത്തിയത്. അപ്പം അതിനോട് ഒരു വല്ലാത്ത വേറെ ഉപജീവന മാർഗമില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഉപജീവനത്തിന് മറ്റു മാർഗങ്ങളില്ലാതെ തൻ്റെ അവസ്ഥ സുരേഷ് ഗോപിയെ അറിയിച്ചു. ഒരു ഓട്ടോറിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ആ സമയത്ത് വാക്ക് കൊടുത്തിരുന്നു. അപ്പം അതിനെ തുടർന്നാണ് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു ഓട്ടോറിക്ഷ അദ്ദേഹം സമ്മാനിച്ചത്. അപ്പം സുരേഷ് ഗോപിക്കെതിരെ ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോഴും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരുടെ ഒരു ഉപജീവന മാർഗമാണ് ഇപ്പം അവർക്ക് ലഭിച്ചിരിക്കുന്നത്. മാറിയേക്കാം എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സിലും ഡിജിറ്റൽ പാസ് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്ക് സ്വകാര്യ ബസ്സിലും യാത്രാ സൗജന്യത്തിനുള്ള പാസ് ഡിജിറ്റൽ രൂപത്തിലാക്കുന്നു എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയൊരു നിർദ്ദേശം. MVD ലിറ്റ്സ് മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും വഴിയാണ് ഈ ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് വരുന്ന വാർത്ത. സ്വയംഭരണ, സ്വകാര്യ, സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഡിജിറ്റൽ കാർഡ് പ്രയോജനം ചെയ്യുക. സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ കുട്ടികൾക്ക് ID കാർഡ് കാണിച്ചാൽ സ്റ്റുഡൻസ് ടിക്കറ്റും ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട, കാരണം നമ്മൾ KSRTCയിൽ മാത്രമായിരുന്നു ഇങ്ങനെയുള്ള ഡിജിറ്റൽ പാസ് അല്ലെങ്കിൽ കാർഡ് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി അത് പിന്നെ വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ ശനിയാഴ്ച ഒക്കെ സ്കൂളൊക്കെ വെക്കുകയാണെങ്കിൽ, കോളേജൊക്കെ വെക്കുമ്പം ST കൊടുക്കുന്നില്ല എന്നൊരു പരാതി, അതിനെ തുടർന്നുള്ള
വഴക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായ എന്തായാലും വളരെ നല്ലൊരു തീരുമാനം തന്നെ വേണം. വിദ്യാർത്ഥികൾക്ക് വളരെ ആശ്വാസമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് വേണം കരുതാൻ. കാരണം നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ഒരിക്കലും നമ്മൾ അങ്ങനെ അല്ലെ വലിയ, കാരണം അവരുടെ അവകാശമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പോകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പൊ നമുക്കറിയാം ഈ സീറ്റിന്റെ കാര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് എസ് ടിയിലായതുകൊണ്ട് ആൾക്കാർ ഇരിക്കാൻ പാടില്ല, എഴുന്നേറ്റ് കൊടുക്കണം. പക്ഷെ മുതിർന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് കൊടുക്കുന്നത് നമ്മുടെ ഒരു മാന്യതയാണ്. പക്ഷെ അതിനപ്പുറം നമുക്കൊരു വില കിട്ടാത്ത ഒരു സാഹചര്യങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം കാരണം അത്രയും രൂപ പോലും കൊടുത്ത് സ്കൂളിൽ പോകാൻ പറ്റാത്ത എത്രയോ വിദ്യാർത്ഥികളുണ്ട്. അപ്പം ഇതിനെയൊക്കെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു ഡിജിറ്റൽ പാസ് നൽകുന്നതിലൂടെ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ഒരു വലിയ വഴിയാണ്. അവരുടെ ഭാവി തന്നെ ചിലപ്പോ ഈ ഒരു ചെറിയ തീരുമാനം കൊണ്ട് മാറിയേക്കാം. ഇപ്പം സ്വകാര്യ ബസ്സുകാര് ഓർക്കേണ്ട ഒരു കാര്യം, അത് അവരുടെ അവകാശമാണെന്നുള്ള കാര്യമാണ്. അത് നിങ്ങൾ നൽകുന്ന ഔദാര്യമല്ല, അത് അവരുടെ അവകാശം തന്നെയാണെന്നുള്ളതാണ്. ഇനി മറ്റൊരു മംഗളം പേജിൽ കൊടുത്തേക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, നല്ലവനായ ഉണ്ണി പാലിൽ ചേർത്ത് കുടിക്കാൻ, അതായത് ഒരു കോമഡി രീതിയിൽ കൊടുത്തേക്കാണ്. ഫ്ളാറ്റിൽ കഞ്ചാവ് കൃഷി, IT മാനേജർ അറസ്റ്റിൽ. അപ്പോൾ ഫ്ളാറ്റിൽ കിടപ്പുമുറിയിലെ ജനാലയ്ക്ക് സമീപം കഞ്ചാവ് കൃഷി നടത്തിവെന്ന IT കമ്പനി മാനേജർ അറസ്റ്റിൽ. ടെക്നോ പാർക്കിലെ IT കമ്പനിയിൽ 1.5 ലക്ഷത്തോളം രൂപ പ്രതിമാസ ശമ്പളമുള്ള ഹരിയാന സ്വദേശി വിശാലിനെയാണ് ശ്രീകാര്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. 1.5 ലക്ഷം രൂപ സാലറി ഉണ്ട്, എന്നിട്ടും കഞ്ചാവ് ഉണ്ട്. അതൊക്കെ എന്നിട്ടും അദ്ദേഹം കൃഷിയിലേക്ക് തിരിഞ്ഞു, കർഷകനായി ജീവിച്ചു. സത്യം സമ്മതിക്കണം. കാരണം നമുക്കറിയാം കഞ്ചാവൊക്കെ എത്രത്തോളം ഇതാണ് നമുക്കറിയാം. അപ്പൊ ലഹരി മാഫിയക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തില് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. എന്തായാലും നല്ല വാർത്താ പ്രാധാന്യമുള്ള ഒരു അറസ്റ്റ് തന്നെയാണ്. എനിക്ക് ഇന്നലെ വന്ന വാർത്തയിൽ കണ്ടിരുന്നു, പുള്ളിക്കാരൻ കഞ്ചാവ് കൺസ്യൂം ചെയ്തിരുന്നത് വളരെ രസകരമായ രീതിയിലാണ്. ചമ്മന്തിയായിട്ട് അരച്ചും ചോറിന്റെ കൂടെ, അതുപോലെ വേറെന്തോ ഒരു അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും. പിന്നെ ചപ്പാത്തി മാവിലൊക്കെ ചേർത്തോ അങ്ങനെ എന്തൊക്കെയാണ് പുള്ളി കൺസ്യൂം ചെയ്തിരുന്നത്. ഇപ്പോ അത് വളരെ അതെ, നമ്മള് അമറക് ബ്രാൻഡിലെ ഒരു മറ്റേ നല്ലവനായ ഉണ്ണി അതുപോലെയാണ്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. ലൈംഗിക തൊഴിലാളികൾ കുറ്റവാളികളല്ല, അവരെ പിടികൂടരുത് എന്നുള്ള വാർത്തയാണ്. സ്വമേധയാ ലൈംഗിക തൊഴിലിൽ ഏർപ്പെടുന്ന പ്രായപൂർത്തിയായ വ്യക്തികളെ ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ അനാശാസ കേന്ദ്രങ്ങളിൽ നിയമവിരുദ്ധമാണെങ്കിലും റെയ്ഡുകളിൽ കണ്ടെത്തുന്ന ലൈംഗിക തൊഴിലാളികളെ ഇരയാക്കുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്യരുത്. അവർ കുറ്റവാളികളല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഈ തൊഴിലിൽ ഏർപ്പെടുന്നവരെ ഉപദ്രവിക്കരുത് എന്നും അവർക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട പുനരധിവാസ സംവിധാനങ്ങളും ഒക്കെ അവർക്ക് നൽകണമെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിർബന്ധിതമായിട്ടല്ലാത്ത ഇത്തരം തൊഴിലുകളിൽ ഏർപ്പെടുന്നവരെ ഒരിക്കലും ഒരു കാരണവശാലും അവരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതി വെച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു നിർദ്ദേശം തന്നെയാണ്. കാരണം അപ്പോൾ തന്നെ നമ്മൾ നിർബന്ധിച്ച് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ആൾക്കാരെയൊക്കെ ഈ ഒരു മേഖലയിലേക്ക് വരുന്നുണ്ട്. അപ്പം അതിനെ മാറ്റി നിർത്തിയതിനു ശേഷം സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം ഇത്തരം തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മൾ ഒരു കാരണവശാലും ബുദ്ധിമുട്ടരുത്, അവരെ മാറ്റി നിർത്തരുത് എന്നുള്ളതാണ്. കാരണം ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ അവർക്ക് എന്ത് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് വരുമാനം കണ്ടെത്താനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഹനിച്ചുകൊണ്ടാവരുത് നമ്മൾ നിയമപാലകർ അവരുടെ അല്ലെങ്കിൽ അവർക്ക് അറിയാം സദാചാരം അങ്ങനത്തെ രീതിയിൽ ഒരുപാട് പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്. അപ്പം അതിനെല്ലാം മാറ്റിയിട്ട് സ്വമേധയാ പോകുന്നവരെ തടയരുതെന്നുള്ള, കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ അവകാശമാണ്. അതൊരിക്കലും നമുക്ക് തടയാനോ അല്ലെങ്കിൽ നമ്മൾ സദാചാര മൂല്യങ്ങൾ ഉള്ളതുകൊണ്ട് അവരെ നമുക്ക് മാറ്റി നിർത്താനോ ഒന്നും കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു വാർത്ത, ഇന്നലെ നമ്മുടെ 16ാം കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയം നോട്ടീസ് അതായത് നടന്നിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് വിലക്കയറ്റത്തിൽ പോർമുഖം തുറന്ന ഭരണം പ്രതിപക്ഷം. അപ്പം മുൻ ധനമന്ത്രി KN ബാലഗോപാലൻ നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ പ്രതിപക്ഷത്തിന്റെ ആ ആക്ഷേപം, അതായത് ആരോപണം ഒന്നും അത്ര വിധത്തില് ഭരണപക്ഷത്ത് ഏറ്റില്ലെന്ന് തന്നെ പറയാം. അപ്പം 16ാം കേരള നിയമസഭയിലെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസിനെ ചൊല്ലി സഭയിൽ ഭരണ പ്രതിപക്ഷ പോര്. രൂക്ഷമായ വിലക്കയറ്റം ആയുധമാക്കിയ പുതിയ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചപ്പോൾ മുൻ സർക്കാരിന്റെ സാമ്പത്തിക വീഴ്ചകളുടെ കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി VD സതീശൻ പ്രത്യാക്രമണം നടത്തി. അപ്പം സപ്ലൈകോയിൽ ഇടത് സർക്കാർ 2893 കോടിയുടെ 2893 കോടി കടത്തിലാക്കിയെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ആരോപിച്ചത്. അപ്പം മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സഭ നിർത്തിവെച്ച വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളുകയും ചെയ്തു. അപ്പം നല്ല രീതിയിൽ ഒരു പ്രതിപക്ഷം ആരോപണം ഉയർത്താൻ ശ്രമിച്ചെങ്കിൽ
പറഞ്ഞില്ലെങ്കിലും അതിനെ VD സതീശന്റെ സർക്കാർ പ്രത്യാക്രമണത്തിലൂടെ എതിർത്ത് അവര് ആ ആരോപണത്തെ തള്ളി എന്നുള്ളതാണ്. അപ്പം നല്ലൊരു പ്രതിപക്ഷമാകാൻ ഇതുവരെ CPM കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും അദ്ദേഹം കണക്കുകൾ നിരത്തിയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് എതിർക്കാൻ പറ്റില്ല. എന്തായാലും VD സതീശൻ ഇന്നലെ വളരെ മികച്ച ഒരു ഒരു ചോദ്യോത്തരവേളയിൽ വളരെ മികച്ചൊരു പ്രകടനം തന്നെയാണ് നടത്തിയത്. വാക്കുകൾ അല്ലെങ്കിൽ താൽക്കാലികമായി വാക്കുകളായെങ്കിലും പ്രതിപക്ഷത്തിന്റെ മുനയൊടിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇനി ഈ വാക്കുകളിൽ പറഞ്ഞതൊക്കെ ഇനി കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നടപ്പിലാക്കുന്ന പോലെ ഇരിക്കും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പുനർമൂല്യനിർണ്ണയത്തിൽ ആശ്വാസം എന്നുള്ളതാണ്. CBSE പോർട്ടൽ സജ്ജമായിരിക്കുന്നു എന്നുള്ളതാണ്. 6 വരെ അപേക്ഷിക്കാം, ആധാർ വിവരം നൽകി ലോഗിൻ ചെയ്യാം എന്നുള്ളതാണ് വാർത്ത. അതായത് സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച് 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ വെരിഫിക്കേഷനും പുനർമൂല്യനിർണ്ണയത്തിനുള്ള വെബ് പോർട്ടലും പ്രവർത്തനക്ഷമമായി എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നുള്ള ഒരു വാർത്തയാണ്. എന്തായാലും അത് വളരെ നല്ലൊരു വാർത്തയാണ്. അപ്പം വിദ്യാർത്ഥികൾക്കും ഇതൊരു ആശ്വാസമായിരിക്കും. ഒരുപാട് അവരെ കഷ്ടപ്പെടുത്തിയെങ്കിലും ഇനിയെങ്കിലും അവരുടെ അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടിനെ വിലകൾ നൽകണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും വെരിഫിക്കേഷൻ നടത്താനുള്ള വെബ്സൈറ്റിന്റെ പോർട്ടൽ അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ .com അത് പേരൊക്കെ ഇതിനകത്ത് കേരള കൗമുദിക്കകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ശനിയാഴ്ച രാത്രി 12 വരെ നിങ്ങൾക്ക് ഇതിൻ്റെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാമെന്നുള്ളതാണ്. അപ്പം എന്തായാലും വിദ്യാർത്ഥികൾ അങ്ങനെ അപേക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇനിയൊരു വെബ്സൈറ്റിൽ ഇനിയൊരു ബഗ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അപേക്ഷിച്ചിടുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കാറ്റിലും മഴയിലും വീട് തകർന്നു, വീട്ടമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇപ്പൊ നമുക്കറിയാം നല്ല രീതിയിലുള്ള മഴയും കാറ്റും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം വൈക്കത്താണ് സംഭവം. കാറ്റിലും മഴയിലും വീട് പൂർണ്ണമായി തകർന്നു. തലയോലപ്പറമ്പിലാണ് ഈ സംഭവം നടന്നത്. അപ്പൊ ശശിധരന്റെ വീടാണ് ഇന്ന് രാവിലെ 10 മണിയോടെ തകർന്നു വീണത്. ഈ സമയം വീട്ടിലെ അടുക്കളയിൽ പാചകം ചെയ്തിരുന്ന ശശിധരന്റെ സഹോദരൻ സുരേന്ദ്രന്റെ ഭാര്യ ശബ്ദം കേട്ട് ഓടി മാറിയതിനാലാണ് തലനാടിരയ്ക്ക് രക്ഷപ്പെട്ടത്. വീട്ടുകാർ സമീപത്തെ പറമ്പിൽ കപ്പ പറിക്കാൻ പോയതാണ് രക്ഷയായത്. അപ്പം വീട്ടുകാരധികം ആളുകൾ ഇല്ലായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അപകടം നമുക്ക് ഒഴിവായി. എന്താണ് ഇത്? സത്യം പറഞ്ഞാല് ഇപ്പൊ വീടുകളും സ്കൂളുകളും ഒക്കെ ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയാണ്. കാരണം മഴ അത്രയും അതിശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത്. അപ്പം ഇപ്പം കട്ട കൊണ്ടുള്ള വീടുകളോ അങ്ങനെയുള്ള മണ്ണിൽ തീർത്ത വീടുകളൊക്കെ ആണെങ്കിൽ വലിയ തരത്തിലുള്ള ഭീഷണി അതിനുണ്ടാകും. കാരണം കനത്ത രീതിയിൽ മഴ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടിയ അളവിൽ മഴ ഉണ്ടാകുമ്പോൾ അത് ഇപ്പം കട്ട കൊണ്ടുള്ള വീട് നമുക്കറിയാം. സർക്കാർ സ്കൂളൊക്കെ എനിക്ക് തോന്നുന്നു അല്ലേ, ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത്തരത്തിൽ ശക്തമായ മഴ പെയ്യുമ്പോഴത്തേക്കിനും അത് പൊളിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല ശക്തമായ കാറ്റും ഇതിന്റെ കൂടെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ജാഗ്രത. ഇപ്പൊ മഴക്കാലമാണ് വരുന്നത്. ഇപ്പൊ ഈ നടന്ന 2 കേസിലും ആൾക്കാർ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് വേണമെന്ന് പറയാം. പക്ഷെ ഇനി അങ്ങനെ മുന്നോട്ട് പോകണമെന്നില്ല, എപ്പോഴും അങ്ങനെ നമുക്ക് അല്ലേ ഉണ്ടാവണമെന്നില്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വാർത്തയുള്ളത് ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് എന്നുള്ളതാണ്. അതായത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ, അതായത് കോട്ടയം ജില്ലയിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വളരെ ശക്തമായ മഴയ്ക്കാണ് ഇനി കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 204 മില്ലിലിറ്റർ എന്ന് പറയുന്നത് വളരെ വലിയ തോതിലുള്ള മഴയായിരിക്കും. കുറഞ്ഞ സമയത്തിനുള്ളിൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്രയും ശക്തിയായ മഴ ലഭിക്കുമെന്ന് പറയുമ്പോൾ ഒരുപാട് അപകടങ്ങളും ഒരുപാട് നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി വരുന്ന മഴ നമ്മുടെ വേനലിന് ആശ്വാസത്തിനുള്ള മഴയല്ല, വേനൽ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഇനി വരുന്നത് ശക്തമായ മഴയാണ്. ഇവിടെ നമുക്ക് വേണ്ടത് മഴ ആസ്വാദനമല്ല, മഴയിലുള്ള ജാഗ്രതയാണ്. അതെ. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഇടയ്ക്ക് പച്ചക്കറികളുടെ ആണെങ്കിലും അതുപോലെ എല്ലാത്തിൻ്റെയും സാധനങ്ങളുടെ വില കൂടിയിരുന്നു. അപ്പം പാൽ വില കൂട്ടുന്നു എന്നുള്ള തരത്തിൽ വാർത്തകളും അത് കർഷകർക്ക് വാഗ്ദാനം നൽകിയിരുന്നു. അപ്പോൾ വർദ്ധിപ്പിച്ച പാൽ വില കിട്ടിയോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് കർഷകരുടെ മറുപടി. അപ്പോൾ പറഞ്ഞത് 3.35 രൂപ നൽകുമെന്ന്, പക്ഷെ 3 രൂപ പോലും കിട്ടുന്നില്ല. അപ്പോൾ കർഷകർ 3.35 രൂപ നൽകുമെന്ന പ്രഖ്യാപനത്തോടെ മിൽമ പാലിന്
കൂട്ടിയത് 4 രൂപയാണ്. അപ്പോൾ വർധനവ് നടപ്പിലായ ശേഷം കർഷകർക്കെല്ലാം 3.35 രൂപ അധികമായി ലഭിച്ചില്ലെന്ന് കർഷകർ. പല സംഘങ്ങളിലും കർഷകർക്കും പരമാവധി ലഭിച്ചത് 3 രൂപ മാത്രം. പാൽവില നിർണ്ണയത്തിലെ ചാർട്ട് പരിഷ്കരിക്കുന്നതിനുള്ള വിലവർധനവിനായാണ് നേട്ടം മിൽമയ്ക്ക് മാത്രമാണെന്ന് കർഷകർ പറയുന്നു. അപ്പോൾ അത് വലിയൊരു രീതിയിലുള്ള അവരോട് കാണിക്കുന്ന ഒരു ക്രൂരത തന്നെയാണ്. കാരണം ഇത് മാത്രമായിട്ട് ഉപജീവനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ പശു വെച്ചിട്ട് ആ പാല് കൊണ്ട് വിറ്റ് ഒരുപാട് ഉപജീവനം നടത്തുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഇത്തരത്തിൽ ഒരു നേട്ടവും ഇല്ലാതെ മിൽമയ്ക്ക് മാത്രമാണ് നേട്ടമെന്നാണ് ഇപ്പൊ കർഷകർ പറയുന്നത്. ഇത് മാത്രമല്ല, ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു പശുക്കളെ പരിപാലിച്ചു കൊണ്ടുപോകാൻ വളരെ ചിലവേറിയൊരു കർഷകരും പറയുന്നുണ്ട്. ഇപ്പൊ കാലിത്തീറ്റയുടെ വില നിയന്ത്രിക്കണം, അതുപോലെ വില ഇനിയും വർദ്ധിപ്പിക്കണം, പാലിനുള്ള വില വർദ്ധിപ്പിക്കണം. അപ്പം കർഷകർക്ക് എന്ത് പ്രയോജനം എന്ന രീതിയിലാണ്. വില വർദ്ധിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പം അവർക്ക് മാത്രമാണ് ഇപ്പം നിലവില് മിൽമയ്ക്ക് മാത്രമാണ് ഈ വിലവർധനവ് കൊണ്ട് ഗുണം ഉണ്ടാകുന്നത്. പക്ഷെ കർഷകർക്ക് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. കാരണം നിങ്ങളുടെ പാലെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോഴും കൃത്രിമമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. ഇപ്പോഴും നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മുടെ ക്ഷീര കർഷകരെ തന്നെയാണ്. അപ്പൊ അവർക്ക് കുറച്ച് ഗുണം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ അളവിൽ അത് നിങ്ങൾക്ക് മിൽമ കമ്പനിക്ക് ചിലപ്പോൾ ലാഭം ഉണ്ടാക്കാമെങ്കിലും അല്ലെ, അതിന്റെ ലോങ് റണ്ണിൽ അത് മിൽമ കമ്പനിക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം വരാൻ പോകുന്നത്. കാരണം ക്ഷീരോത്പാദനം എന്ന് പറയുന്നത് വളരെ ചിലവേറിയ ഒരു പ്രക്രിയയാണ്. അതിന് പശുക്കളെ വളർത്തണം, അതുപോലെ തന്നെ അവരുടെ പരിപാലനം, അവരുടെ കാലിത്തീറ്റ, അതുപോലെ വളരെ വലിയ ചിലവേറിയ ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതില് ഇത്രയെങ്കിലും പൈസ അവർക്ക് ക്ഷീരകർഷകർക്ക് കൊടുത്തില്ലെങ്കിൽ അത് അല്ലെ അവർക്ക് അത് തീർച്ചയായിട്ടും നമുക്ക് സാധാരണക്കാരാണ് കൂടുതലും ആളുകൾ ഇത്തരത്തിലുള്ള ഉപജീവന മാർഗങ്ങളെ ആശ്രയിക്കുന്നത്. കാരണം അവർക്ക് വേറെ വഴിയില്ലാതെ അവര് ഇത്തരത്തില് പാൽ വിറ്റും അങ്ങനെ ഉപജീവനം നടത്തുമ്പോൾ അവരെ വീണ്ടും ക്രൂശിക്കുന്നത് ശരിയല്ല. അവർക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്ന രീതിയിലുള്ള നടപടികൾ സർക്കാർ ആണെങ്കിലും കൊണ്ടുവരണം. ഇനി മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, സ്വർണ്ണ വ്യാപാരി കുടുംബത്തെ ആക്രമിച്ച് കാർ തട്ടിയെടുത്തു. സംഭവത്തിൽ അടിമുടി ദുരൂഹത എന്നുള്ളതാണ്. അതായത് ഇന്നലെ കണ്ണൂർ തലശ്ശേരിയിൽ സ്വർണ്ണ വ്യാപാരം നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശി അശോക് കുമാർ യശ്വന്തിന്റെ കാർ അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അടിമുടി ദുരൂഹതയാണ്. ഇന്നലെ പുലർച്ചെ പയ്യന്നൂരിന് സമീപം നടന്ന ആക്രമണത്തിൽ സ്വർണ്ണ വ്യാപാരിക്കും ഡ്രൈവറിനും പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് കണ്ണൂർ പാലാത്തറ കോഓപ്പറേറ്റീവ് കോളേജിന് സമീപം ഒഴിഞ്ഞ പറമ്പിൽ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. കാറിന്റെ ഉൾഭാഗങ്ങൾ കുത്തിപ്പൊളിക്കുകയും ചില്ലുകൾ തകർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അകത്ത് ചോര ഒലിച്ചിറങ്ങി കട്ട പിടിച്ച പാടുകളുമുണ്ട്. കുട്ടിയുടെ ഉടുപ്പ് ഉൾപ്പെടെ വസ്ത്രങ്ങളും ബാഗുകളും പുറത്ത് ചിതറിക്കിടക്കുകയായിരുന്നു. അശോക് കുമാർ യശ്വന്തിന്റെ ഗ്രേ നിറമുള്ള ഗ്രാൻഡ് വിസ്താര കാറിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സ്വർണ്ണ വ്യാപാരി കുടുംബത്തിലെ ഒരു കാർ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം മറ്റൊരിടത്ത് അതിന്റെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ചിതറിക്കിടക്കുന്ന രീതിയിൽ ആ കാറിന്റെ എല്ലാ ഭാഗങ്ങളും കുത്തി തുറന്ന് പരിശോധിച്ച രീതിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുക, അതിനകത്ത് ചോരയുടെ പാടുണ്ടാകുക എന്നൊക്കെ പറയുന്നു. അപ്പം അടിമുടി ദുരൂഹതയുള്ള ഒരു സംഭവമാണ് ഇപ്പം തലശ്ശേരിയിൽ നടന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാരണമെന്ന് പോലീസിന് അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവർക്ക് കൃത്യമായൊരു മറുപടി ഇതിനെ സംബന്ധിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിനെ തുടർന്ന് തന്നെ മറ്റൊരു വാർത്ത കൊടുത്തിട്ടുണ്ട്. അന്വേഷണം ഊർജിതമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. സംഭവത്തിൽ കുമാർ ജലന്ധർ നിഗം പരായം മെഡിക്കൽ കോളേജിൽ പോലീസ് സ്റ്റേഷൻ ഹാജരായി മൊഴി നൽകിയിട്ടുണ്ട്. 25 ഗ്രാം സ്വർണ്ണ നെക്ലസും കാറും കൊണ്ടുപോയെന്നാണ് ജലന്ധർ നിഗത്തിന്റെ പരാതിയിൽ പറയുന്നത്. എന്നാൽ മൊഴി പോലീസിന് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാറിന്റെ സീറ്റുകളും ഡാഷ്ബോർഡുകളും ഫ്ലോർ മാറ്റുകളും വരെ കുത്തിപ്പൊളിച്ചതിൽ നിന്ന് രഹസ്യ അറകളിൽ ഒളിപ്പിച്ചിരുന്ന വൻതോതിലുള്ള സ്വർണമോ കള്ളപ്പണമോ കവർന്നതാകാമെന്ന് പോലീസ് സംശയിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ വലിയ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കാം. അവര് കാറിൽ കടത്തുകയായിരുന്ന കള്ളപ്പണമോ അനധികൃത കള്ളപ്പണമോ അതല്ലെങ്കിൽ അനധികൃത സ്വർണമോ ഒക്കെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു നീക്കമായിരിക്കാം ഇതെന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. മുന്നോട്ടുള്ള അന്വേഷണത്തിലായിരിക്കും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തായാലും വളരെ നിഗൂഢമായിട്ടുള്ള ദുരൂഹത നിറഞ്ഞൊരു കേസ് തന്നെ ആണെന്ന് വേണം പറയാൻ. ഇനി മറ്റൊരു വാർത്ത, യുവതിയെ ശൗചാലയത്തിൽ പൂട്ടിയിട്ട് ക്രൂരമർദ്ദനം. 10 മാസത്തിലേറെയായി പീഡനം, ഭർത്തൃവീട്ടുകാർക്കെതിരെ പരാതി. അപ്പോൾ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ യുവതിയോട് ഭർത്തൃവീട്ടുകാർ കൊടും ക്രൂരത. യുവതിയെ 10 മാസത്തോളം ഒറ്റ മുറിയിലും ശൗചാലയത്തിലും പൂട്ടിയിട്ട് തുടർച്ചയായി പീഡിപ്പിച്ചെന്ന് പരാതി. വേവിക്കാത്ത അരിയും ഉള്ളിയും മുളകും മാത്രമാണ് കഴിക്കാൻ നൽകിയിരുന്നത്. അതൊക്കെ അത്രയും എന്താ ഇത്. ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മള് ഇന്ത്യയിൽ നടക്കുന്ന, ഇതിപ്പം ഇന്ത്യയിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള സംഭവമായി മാറിയിരിക്കുകയാണ്. ഭർത്ത വീട്ടുകാർ ഭാര്യയെ ഉപേക്ഷിക്കുന്നത്. ഗാർഹിക പീഡനം നമുക്കറിയാം, പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത് വളരെ
ക്രൂരത നിറഞ്ഞ ഇതാണ്. അതുപോലെ തന്നെ കുപ്പികളും വടികളും പൈപ്പുകളും മറ്റും ഉപയോഗിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ മർദ്ദിച്ചതായും യുവതിയുടെ പിതാവ് പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞു. അപ്പം അത്രയും ക്രൂരമായിട്ടുള്ള, അപ്പം 10 മാസത്തോളം നമുക്കറിയാം എത്രമാത്രം സഹിച്ചാണ് അവിടെ നിന്നത്. അപ്പം ഒറ്റ മുറിയിലും ശൗചാലയത്തിലും മാത്രമാണ് പൂട്ടിയിട്ടത് 10 മാസത്തോളം. തീർച്ചയായിട്ടും നമുക്കറിയാം, സ്വന്തം വീട് വിട്ട് ഭർത്താവിനെ വിശ്വസിച്ച് അവരുടെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് വളരെ അല്ലേ? അതിനൊരു ശരിയായ ഒരു ശിക്ഷ നടപടി എടുത്താൽ മാത്രമേ ഉള്ളൂ അത് മുന്നോട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കത്തുള്ളൂ. കാരണം നമ്മൾ കേരളത്തിൽ തന്നെ ഒരിടയ്ക്ക് ഒരു ട്രെൻഡ് ആയിരുന്നു ഈ വാർത്ത. ഒരുപാട് പേര്, അതായത് സ്ത്രീധനത്തിന്റെ പേരില് അതുപോലെ അവരെ മർദ്ദിക്കുന്ന പല വിധത്തിലുള്ള ഇഷ്ടമില്ലാത്തതിന് അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരത്തിലൊരു വാർത്ത തന്നെയാണ്. അപ്പൊ അതിന് ഇതുവരെ ഒരു അന്ത്യം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാം. അതെ, കാരണം നമുക്കറിയാം ഇത്രയും 10 മാസത്തോളം ആ സ്ത്രീ അത്രയും കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ വീട്ടുകാർ എന്തുകൊണ്ട് ഇതിൽ ഇടപെട്ട് കൃത്യമായിട്ടുള്ള അല്ലേ? ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഗേൾസിന്റെ വീട്ടുകാർ കൂടുതലും പറയുന്നത് എന്താ, സഹിച്ച് കുറെ. ഇപ്പം എല്ലാവരും അങ്ങനെയല്ല, ഭൂരിഭാഗം പേരും അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തുന്നവർ ഇതൊക്കെ സഹിച്ച് നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും കൃത്യമായ നടപടികൾ ഉണ്ടാകട്ടെ അതിൽ എന്നുള്ളതാണ്. മറ്റൊരു വിദേശ വാർത്തകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നെതന്യാഹുവിനോട് പൊട്ടിത്തെറിച്ച് ട്രംപ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഭ്രാന്താണ് എന്നുള്ളതാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞിരിക്കുന്നത്. ലെബനനിലെ സൈനിക നീക്കത്തിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പൊട്ടിത്തെറിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിലൂടെ ആയിരുന്നു സംസാരം. നിങ്ങൾക്ക് ഭ്രാന്താണ്, ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. അതായത് അത് സൂചിപ്പിക്കുന്നത് അഴിമതി കേസ് വിചാരണയിൽ പിന്തുണ നൽകിയതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് ട്രംപ് പറഞ്ഞെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ട്രംപ് അസഭ്യ വർഷം നടത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. ഇപ്പം ലെബനില് ഇസ്രായേൽ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ട്രംപിന് ഇപ്പോഴൊരു ചെറിയൊരു ഭയം എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ കൺട്രോളിൽ നിന്ന് കുറച്ച് ഇസ്രായേൽ മാറുന്നുണ്ട്. കാരണം ഈ നെതന്യാഹു ആണ് ട്രംപിനെ ഇത്തരത്തില് ഉള്ള കൂടുതലും പ്രേരിപ്പിച്ച് ഓരോ യുദ്ധങ്ങളിലേക്ക് വഴിതെളിക്കുന്നത്. പക്ഷേ ട്രംപിന്റെ വാക്ക് കൂടെ കേൾക്കാതെ വരുമ്പോഴത്തേക്കും ട്രംപിന്റെയും കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. ഇത് നേരത്തെയും ഇത്തരത്തില് ട്രംപ് പറഞ്ഞിട്ടുണ്ട് നെതന്യാഹുവിനോട്. കാരണം നമ്മുടെ ഈ പശ്ചിമേഷ്യൻ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. കാരണം ഇത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വാറാണ്. അമേരിക്കയും ഇസ്രായേൽ തന്ത്രപരമായി അതിലേക്ക് വലിച്ചിട്ടതാണെന്നുള്ളതാണ്. ഇത് കാരണം ട്രംപിനെ പ്രേരിപ്പിച്ച യുദ്ധത്തിലോട്ട് കടക്കാൻ ഇറാന്റെ അവരുടെ പരമാധികാരത്തെ എങ്ങനെയും നശിപ്പിക്കുക, അവരുടെ ഭരണം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ, അത് പ്രധാനമായിട്ടും ട്രംപിനെക്കാളും കൂടുതൽ നെതന്യാഹുവിനാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ യുദ്ധത്തിൽ ഇടപെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്കയ്ക്ക് സത്യം പറഞ്ഞാൽ പറ്റിയ അമളി മനസ്സിലായതെന്നുള്ളതാണ്. കാരണം ട്രംപ് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും വീണ്ടും. കാരണം നമുക്കറിയാം അമേരിക്കയിലുള്ള ഇസ്രായേൽ ലോബിയെ കുറിച്ച് നമുക്കറിയാം. കാരണം അമേരിക്കയിലെ പ്രമുഖ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ഇസ്രായേൽ ലോബി തന്നെയാണ്. അവിടെ പണം മുടക്കുന്നതാകട്ടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മോറൽ സപ്പോർട്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇസ്രായേൽ ലോബി തന്നെയാണ്. ഇപ്പോൾ ഈ വരുന്ന എഫ്സ്റ്റീൻ ഫയൽസ് പോലും ആ ഒരു എഫ്സ്റ്റീൻ ഫയൽസിനെ വെച്ച് ഭീഷണിപ്പെടുത്തിയാണ്, ട്രംപിനെ ഭീഷണിപ്പെടുത്തിയാണ് അദ്ദേഹത്തെ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നെന്നുള്ളതൊക്കെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും പവർഫുൾ ആണ് ഇസ്രായേൽ ലോബി. എന്തായാലും ട്രംപ് തിരിച്ചടിച്ചിരിക്കുകയാണ്. ട്രംപ് നല്ല ചീത്ത വിളിച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ്. നാളെ ഇനി ഇതിന് എന്താണ് പ്രതികാരമായിട്ട് നെതന്യാഹു ട്രംപിന്റെ ഫയൽസ് എല്ലാം ഇറക്കി വിടുവോ എന്നുള്ളതാണ് ഇനി കാണാറുള്ളത്. ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, വിട്ടുവീഴ്ചയില്ലാതെ ഇറാൻ സമാധാന കരാർ നീളുന്നു. അപ്പൊ നമുക്കറിയാം അതായത് യുദ്ധത്തിന്റെ ഒരു അനിശ്ചിതത്വം ഇനിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു അന്ത്യം വേണമെന്നുള്ള രീതിയിൽ സമാധാന കരാർ അമേരിക്ക മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇറാന്റെ പരമാധികാരത്തെ തകർത്തുകൊണ്ടുള്ള ഒരു കരാറിനും അവര് അംഗീകാരം നൽകില്ല. മറ്റുള്ള രാജ്യങ്ങളെ പോലെ അത്ര എളുപ്പത്തിൽ അല്ലെ കീഴടക്കാൻ പറ്റില്ല എന്ന്. കാരണം അമേരിക്ക പ്രതീക്ഷിച്ചത് മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ കീഴടക്കിയതുപോലെ തങ്ങൾക്ക് ഇപ്പൊ വെനസ്വേലയെ കീഴടക്കിയതുപോലെ തങ്ങൾക്ക് ഇതും ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ അമേരിക്കയുടെ ഏകാധിപത്യ ഭരണമായിരുന്നു ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം ലോക പോലീസ് എന്ന് തന്നെയാണ് അമേരിക്കനെ വിളിക്കുന്നത് തന്നെ. അപ്പൊ അവരുടെ ഒരു ആധിപത്യം ലോകത്തിന് മുഴുവൻ ഉണ്ടായിരുന്നു. ആ ഒരു കണക്കുകൂട്ടലാണ് ട്രംപാണെങ്കിലും ഇത്തരത്തിൽ ഇറാനെതിരെ ആക്രമണങ്ങൾ നടത്തിയത്. പക്ഷെ ഇറാനെ ഒരിക്കലും, കാരണം അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു, ഇനി അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നുള്ള ഒരു നിലയിലാണ് അവിടുത്തെ ജനങ്ങൾ. കാരണം ഇനിയും തോൽക്കാൻ മനസ്സില്ലെന്നുള്ള ഒരു രീതിയിൽ, നഷ്ടപ്പെടാൻ ഒന്നുമില്ലെന്നുള്ള നിലയിലാണ് ഇറാനിലെ ജനങ്ങൾ പോലും പ്രതിഷേധിക്കുന്നത്.
അപ്പം US ഇറാൻ സമാധാന കരാർ സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നു. US മുന്നോട്ട് വെച്ച ചില വ്യവസ്ഥകൾക്ക് വഴങ്ങാതെ ഇറാൻ കടുംപിടുത്തം തുടരുന്നത് ആഗോള വിപണിയെ പിടിച്ചുലച്ച പ്രതിസന്ധി നീളാൻ കാരണം. അപ്പം ഈ ഒരു കരാറ് ഇറാൻ അംഗീകരിക്കാത്തത് കൊണ്ടാണ് വീണ്ടും ആഗോള വ്യാപാരത്തിൽ എല്ലാ പ്രതിസന്ധികളും തുടരുന്നതിനുള്ള കാരണം. അപ്പം ഈ കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. അപ്പം ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇവർ തമ്മിലുള്ള കരാറിനുള്ള വ്യവസ്ഥകൾ മുന്നോട്ട് വെക്കുന്നു എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇറാൻ ഒരിക്കലും അതിന് വഴങ്ങില്ല. കാരണം അവരുടെ പരമാധികാരത്തെ സംരക്ഷിക്കുന്നതാണ് ആ രാജ്യത്തെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴത്തെ വ്യവസ്ഥ. എന്തായാലും അമേരിക്കയ്ക്ക് കൂടുതൽ ഗുണം അല്ലെങ്കിൽ ഗുണം നൽകുന്നതാണ്. ആണവ നിലയങ്ങൾ, അതായത് അതുപോലുള്ള കാര്യങ്ങളിൽ ഉത്പാദിപ്പിക്കരുതെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ്. പശ്ചിമേഷ്യയില് ഇസ്രായേലിന് ആണവ ആയുധം ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഒരു ആണവ ശക്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ അതിന് ഇസ്രായേലിന്റെ മുഖ്യ എതിരാളി ഇറാനാണെന്ന് പറയുമ്പോൾ തന്നെ ഇറാനും ആ ഒരു തുല്യശക്തി ആവുന്നതിന് വേണ്ടി ആണവശക്തി ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഘട്ടത്തിൽ അവർ ഒരിക്കലും അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. അപ്പം തീർച്ചയായിട്ടും അല്ലെങ്കിൽ ട്രംപ് ഇങ്ങനെ മാറി ഇങ്ങനെ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് പുള്ളി. പുള്ളിക്ക് അങ്ങോട്ടും വീഴാൻ സാധ്യതയുണ്ട്, ഇങ്ങോട്ടും വീഴാൻ സാധ്യതയുണ്ട്. എന്തായാലും ലോകത്തുള്ള നമ്മളെ പോലുള്ള സാധാരണക്കാരാണല്ലേ ഇതിനൊക്കെ പ്രതിസന്ധി. നമ്മൾ ഇന്നലെയും പറഞ്ഞു, ഈ വിലക്കയറ്റത്തിനൊക്കെ കൂടുതൽ കാരണം അതാണ്. അതൊക്കെ അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് വേണം പറയാൻ. അപ്പൊ അതിനൊരു പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധത്തിന് ഒരു അന്ത്യം ഉണ്ടാകണം, അതിനൊരു തീരുമാനം എടുക്കണം. അതിന് രണ്ടുപേരും. പക്ഷെ ഇറാൻ കൂടുതലും അവർ ഒരുപാട് മാറിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ യുദ്ധത്തിലോട്ട് വരാത്ത രീതി. പക്ഷെ ഒടുവിൽ അവരുടെ പരമോന്നത നേതാവിനെ വരെ കൊലപ്പെടുത്തി ഒരു ആക്രമണം നടന്നതുകൊണ്ടാണ് ഇത്തരത്തിലെ ഒരു കടുത്ത നീക്കത്തിലേക്ക് അവരും പോയത്. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ രാജിക്കത്ത് നൽകി അണ്ണാമലൈ എന്നുള്ളതാണ്. സ്വന്തം പാർട്ടി രൂപീകരിക്കുമെന്ന അഭ്യൂഹം ശക്തമാക്കി BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ K അണ്ണാമലൈ പാർട്ടി വിട്ടിരിക്കുകയാണ്. ഡൽഹി പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നവീനെ കണ്ട് രാജിക്കത്ത് സമർപ്പിച്ചു. വിജയുടെ TVK അധികാരത്തിൽ വന്ന് തമിഴ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റിമറിച്ചെന്നും പുതിയ പാർട്ടിക്ക് സാധ്യതയുണ്ടെന്നുമുള്ള നിലപാടിലാണ് അണ്ണാമലൈ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, തമിഴ്നാട്ടിലെ BJPയുടെ മുഖമായിരുന്നു അണ്ണാമലൈ. നമുക്കിപ്പോ G സുധാകരൻ എങ്ങനെയാണോ കേരളത്തിൽ BJPക്ക് എങ്ങനെയാണോ അതുപോലെയായിരുന്നു അണ്ണാമലൈ എന്ന് പറയുന്ന നേതാവ്. പക്ഷേ അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും തമിഴ്നാട്ടിൽ BJP ആ ഒരു ഇത് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ. പക്ഷെ എങ്കിലും വളരെ മികച്ച ഒരു നേതാവ് തന്നെയായിരുന്നു. അദ്ദേഹം BJP ആയിരുന്നെങ്കിലും കുറച്ച് മതേതര നിലപാടുകളൊക്കെ എടുത്ത് അദ്ദേഹം കുറച്ച് ഒരു മാധ്യമ ശ്രദ്ധ നേടിയൊരു നേതാവ് തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും അദ്ദേഹം അവസാനമായിട്ട് പാർട്ടി വിട്ടിരിക്കുകയാണ്, പുതിയൊരു പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു വിജയ് വന്ന് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ സീറ്റ് പിടിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു വഴിയിലൂടെ പോകാനായിരിക്കും ശ്രമിക്കുന്നത്. എന്തായാലും അദ്ദേഹം പാർട്ടി വിട്ടതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് തമിഴ് താല്പര്യം സംരക്ഷിക്കാനാണ്. തമിഴ് താല്പര്യങ്ങൾ സംരക്ഷിക്കാനും മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും ലക്ഷ്യമിടുന്ന പാർട്ടിയാണ് അണ്ണാമലൈ സ്ഥാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. TVK ജനം സ്വീകരിച്ചതിനാൽ BJPക്കും ദ്രാവിഡ പാർട്ടികൾക്കും ബദലാകാനായിരിക്കും അദ്ദേഹത്തിന്റെ നീക്കമെന്നായിരുന്നു ഇനി വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും അദ്ദേഹത്തിന്റെ പാർട്ടിയും രൂപീകരിക്കട്ടെ. തമിഴ് രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു പാർട്ടികളാൽ സമ്പന്നമാണ്, ഇഷ്ടംപോലെ പാർട്ടികളുണ്ട്. അപ്പൊ അതിലൊരു പ്രമുഖ പാർട്ടിയായിട്ടും അദ്ദേഹത്തിന്റെ മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം മാതൃഭൂമിയുടെ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് കണ്ടന്റുകളുണ്ട്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് പാലക്കാട്ടുണ്ട് മെസ്സി പിന്തുടരുന്ന മലയാളി സിസ്റ്റേഴ്സ്. അതായത് നമുക്കറിയാം ലയണൽ മെസ്സി എത്രത്തോളം ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ പ്ലെയർ ആണ്. അപ്പം അദ്ദേഹം പിന്തുടരുന്ന രണ്ട് സഹോദരിമാരുണ്ട്. അപ്പം ഒന്ന് സാന്ദ്രയും അതുപോലെ സ്നിഗ്നയെന്നും പറഞ്ഞ രണ്ട് സഹോദരിമാർ. അവരപ്പം എന്താന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്ത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ആ സമയത്ത് അവൻ മെസ്സിനോട് ഒരുപാട് ആരാധന തോന്നി അദ്ദേഹത്തെക്കുറിച്ചൊരു പേജ് തുടങ്ങിയതാണ്. അപ്പോൾ കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുമ്പോഴാണ് ആരാധനാപാത്രമായി മെസ്സിയെക്കുറിച്ച് ഒരു പേജ് തുടങ്ങിയാലോ എന്ന ആലോചന ഉണ്ടായത്. പിന്നീട് മെസ്സിയുടെ വൈഫിനെ വെച്ചിട്ട്, അപ്പം മെസ്സിയുടെ ജീവിതത്തിൽ മെസ്സിയുടെ വൈഫിനുള്ള പങ്കിനെ അടിസ്ഥാനമാക്കിയിട്ട് 2021 അവർ ആന്റണോല ഗാലറി എന്ന ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി. അപ്പം മെസ്സിയെയും കുടുംബത്തെയും കുറിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും സ്റ്റോറികളും പങ്കുവെച്ചു. അപ്പം മെസ്സിയുടെ കളികളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പങ്കുവെച്ചിട്ടാണ്. അപ്പം കോവിഡ് കാലത്ത് തുടങ്ങിയ ഒരു പേജാണ്. അപ്പം അത് മെസ്സി പിന്തുടരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഒട്ടും അത്ഭുതം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം മെസ്സിയെ പോലൊരു സൂപ്പർ താരം ഫോളോ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു നിസ്സാര കാര്യമല്ല. അപ്പം എന്തായാലും അത് നമ്മള്
മെസ്സിക്ക് എനിക്ക് തോന്നുന്നു കേരളമായിട്ട് ചെറിയ ബന്ധങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ വരുമെന്ന് നേരത്തെ ഒരു അഭിമുഖങ്ങൾ വരുന്നു. ഇപ്പൊ ദാ കേരളത്തിലുള്ള രണ്ടുപേരെ പിന്തുടരുന്നു. ഇനിയിപ്പോ മെസ്സി കളിക്കുന്ന ലോകകപ്പിൽ തന്നെ നമ്മുടെ കേരളത്തിലൊരു മലയാളി കളിക്കുന്നു. ഇനിയിപ്പം മെസ്സി പതുക്കെ നമ്മുടെ കേരളത്തിൽ വരുമായിരിക്കും അല്ലെ, പ്രതീക്ഷിക്കാം. അപ്പം മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് വളരെ രസകരമായ വാർത്തയാണ്. അതായത് പരസ്യക്കാരെല്ലാം വൈഭവിന് പിന്നാലെ എന്നുള്ളതാണ്. തന്റെ രണ്ടാമത്തെ മാത്രം IPL സീസണിന് ഇറങ്ങി വിസ്മയമായി മാറിയ 15 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയാണ് ഇപ്പോൾ പരസ്യ കമ്പനിക്കാരുടെ പ്രിയ താരം. ലോക ക്രിക്കറ്റിൽ തരംഗം തീർക്കുന്ന വൈഭവിന്റെ ബ്രാൻഡ് മൂല്യം കുത്തനെ ഉയർന്നിട്ടുണ്ട്. പ്രമുഖ കമ്പനികളെല്ലാം പരസ്യചിത്രങ്ങളിൽ അഭിനയിക്കാൻ വൈഭവിന് പിറകെയാണ്. ഇതോടെ ഈ രംഗത്തു നിന്നുള്ള പ്രതിഫലവും വൈഭവ് ഉയർത്തിയിട്ടുണ്ട്. നേരെ 1 കോടി രൂപയായിരുന്നു പ്രതിഫലം. ഇത് 2 കോടിയിലാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. വൈഭവിന്റെ മാതാപിതാക്കളാണ് ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നത്. എന്തായാലും നമുക്കറിയാം ഈ IPL ഒരുപാട് അവാർഡുകൾ കിട്ടിയത് അപ്പൊ തന്നെ പറഞ്ഞിരുന്നു. അപ്പം അത് കൂടാതെ ഇപ്പം പരസ്യങ്ങളിലെയും കൂടി പരസ്യങ്ങളിൽ മാത്രം അഭിനയിച്ച് വേണമെങ്കിൽ വൈഭവിനെ ലൈഫ് സെറ്റിലാക്കാം. ഇപ്പം നമുക്കറിയാം സെലിബ്രിറ്റികളും അങ്ങനെയാണ്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എല്ലാരും ഒരുപാട് പരസ്യങ്ങളിലൂടെ ഒക്കെ അവരുടെ ആ തുടക്കകാലത്ത്. പക്ഷേ സ്കൂളിൽ നിന്ന് ടീച്ചർമാര് വിടുമെന്ന് സംശയമാണ്. കാരണം അപ്പൊ എന്തായാലും പ്രമുഖ ബ്രാൻഡുകളെല്ലാം ഇപ്പൊ വൈഭവിന് പിന്നാലെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു 1 കോടി രൂപ എങ്ങാണ്ടാണ് നേരത്തെ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇനിയിപ്പോ അത് 2 കോടി രൂപയാക്കി എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ കഴിവിന് ലഭിക്കുന്ന അല്ലെങ്കിൽ കഴിവിന് ലഭിക്കുന്ന അംഗീകാരം തന്നെയാണ്. അദ്ദേഹത്തിന് വെറുതെ അല്ല ഇത്രയും 1 കോടിയും 2 കോടിയും ഒന്നും ലഭിക്കുന്നത്. അദ്ദേഹം അത്രയും ടാലന്റ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വയസ്സിൽ തന്നെ ഇത്രയും വലിയൊരു ചരിത്രം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അപ്പം അത് നമുക്ക് അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതെ. ഇനി മറ്റൊരു വാർത്ത, നമ്മുടെ വേൾഡ് കപ്പ് തുടങ്ങാനിരിക്കുകയാണ്. അപ്പം ഫ്രാൻസ്, സ്പെയിന് കരുത്തർ തന്നെ, പക്ഷെ ബ്രസീലിനെ എഴുതിത്തള്ളാനാവില്ലെന്ന് ആഞ്ചലോട്ടി. അതായത് 4 പതിറ്റാണ്ടായി ഫുട്ബോൾ പരിശീലന രംഗത്തുള്ള കാർലോ ആഞ്ചലോട്ടിയാണ് ഇക്കുറി ബ്രസീൽ ടീമിനെ ലോകകപ്പിന് ഒരുക്കുന്നത്. അപ്പം ബ്രസീലിനെ എഴുതിത്തള്ളാനാവില്ലെന്നുള്ളൊരു മെസ്സേജാണ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പം നമുക്കറിയാം ബ്രസീലിനെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ നെയ്മറാണ് അത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരം. അതെ. അപ്പൊ അദ്ദേഹത്തിന് ഈ കൂടുതൽ പരിക്കുകൾ കാരണം വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും കാര്യങ്ങളൊക്കെ നിന്നിരുന്നു. അപ്പം ബ്രസീലിന്റെ ആദ്യ വിദേശ പരിശീലകൻ എന്ന വിശേഷണത്തോടെയാണ് ഇറ്റാലിയൻ കോച്ച് കഴിഞ്ഞ വർഷം ചുമതല ഏറ്റെടുത്തത്. ക്ലബ് ഫുട്ബോളിന്റെ വിജയതരംഗം തീർത്ത ആഞ്ചലോട്ടിക്ക് മുന്നിലെ വെല്ലുവിളികൾ വലുതാണ്. ലോകകപ്പിന് മുന്നോടി ആഞ്ചലോട്ടി മാതൃഭൂമിക്ക് പ്രത്യേക ഒരു അഭിമുഖവും കൊടുത്തിരുന്നു. അപ്പം അവരുടെ ഒരു അഭിമുഖമാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള മറുപടിയും കാര്യങ്ങളും എല്ലാം അദ്ദേഹം നൽകുന്നുണ്ട്. അപ്പൊ എന്തായാലും ബ്രസീലിനെ എഴുതിത്തള്ളാനാവില്ലെന്നൊരു മെസ്സേജാണ് അദ്ദേഹം ഇപ്പോൾ നൽകുന്നത്. അപ്പൊ എന്തായാലും ലോകകപ്പിനി തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ നമുക്കറിയാം ആര് കപ്പ് ഉയർത്തുമെന്ന്. കുറച്ച് എന്തായാലും ലോകം മുഴുവൻ ഇനി ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു കളി തന്നെയായിരിക്കും ലോകകപ്പ് എന്ന് പറയുന്നത്. അപ്പം അതെന്തായാലും ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലും എനിക്ക് തോന്നുന്നു സി നെറ്റ്വർക്കാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലും നമുക്ക് ഇതിൽ കാണാം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ആവേശകരമായ ഒരു മത്സര പരമ്പര ആകട്ടെ അല്ലെ ലോകകപ്പ് എന്ന് പറയുന്നത്. ഇനി ബിസിനസ് വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി 7 കോടി 13 ലക്ഷം രൂപ ചിലവഴിച്ച് വി-ഗാർഡ് എന്നുള്ളതാണ്. അതായത് ഇലക്ട്രോണിക് ഉപകരണ നിർമ്മാതാക്കളായ വി-ഗാർഡ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 7 കോടി രൂപയിലധികം സാമൂഹിക സുരക്ഷ അതിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കി. കാരണം നമുക്കറിയാം എല്ലാ കോർപ്പറേറ്റ് കമ്പനികൾക്കും ഒരു എന്താ പറയുന്ന ഒരു കടമയുണ്ട്. അത് അല്ലെങ്കിൽ അവർക്ക് ഗവൺമെന്റ് നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. അതായത് ഇത്ര കോടി രൂപ നിങ്ങളുടെ ലാഭത്തിൽ നിന്ന് സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടത്തണമെന്ന് ഒരു നിർദ്ദേശം സർക്കാർ മുന്നിട്ട് വെക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് വി-ഗാർഡ് ഏകദേശം 7 കോടി രൂപയോളം സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി ചിലവാക്കി എന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അത് നമ്മൾ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം വി-ഗാർഡ് നമുക്കറിയാം അല്ലെ, ചിറ്റിലപ്പള്ളിയുടെ കമ്പനി ആയതുകൊണ്ട് അദ്ദേഹം വളരെ നമുക്ക് മലയാളികൾക്ക് നമുക്ക് മലയാളികൾക്ക് വളരെ സുപരിചിതനായിട്ടുള്ള അല്ലെങ്കിൽ വി-ഗാർഡ് എന്ന് പറയുന്ന അത്രയും ക്വാളിറ്റി പ്രോഡക്ട്സ് ഇറക്കുന്ന ഒരു കമ്പനി തന്നെയാണ് ആണെന്ന് വേണം പറയാൻ. അപ്പം ആ കമ്പനി തന്നെയാണ് അവർക്ക് ഏകദേശം 7 കോടി രൂപയിലധികം ഇങ്ങനെ ഒരു സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്നത് വളരെ അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, വനിതാ ശാക്തീകരണം എന്നീ മേഖലകളിലാണ് അവർ ഈ പണം ചിലവഴിച്ചിരിക്കുന്നത്. അതും വളരെ നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ പ്രമുഖ പത്രങ്ങളിലെ എല്ലാം വാർത്തകൾ. അപ്പോൾ നമുക്ക് നാളെ പ്രമുഖ പത്രങ്ങളിലെ വാർത്തയുമായി വീണ്ടും കാണാം.